ഇന്ന് നമ്മൾ നോക്കാൻ പോണത് ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ ആയിരിക്കും. അതായത് മേക്കപ്പ് പ്രോഡക്ട്സിനെ പറ്റി നമുക്ക് ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ട് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാകും. ഇനി പ്രോഡക്ട്സ് ഇതിന് വേണ്ടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ, കൺസീലർ എന്നൊക്കെ പറഞ്ഞ ടേംസ് അറിയാമായിരിക്കും. പക്ഷേ ഇത് എവിടെ കറക്റ്റായിട്ട് ഉപയോഗിക്കണം, ഉപയോഗിച്ചാൽ എന്തായിരിക്കും റിസൾട്ട്, എങ്ങനെ വാങ്ങിക്കണം എന്നീ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ ഒരു മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ധാരണയൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോഴേലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മേക്കപ്പ് ലുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തൊക്കെ പ്രോഡക്ട്സ് വേണം എന്നീ കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിനേക്കാൾ മുൻപായിട്ട് സ്കിന്ന് നന്നായിട്ട് പ്രെപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രെപ്പിംഗ് ഇൻ ദ സെൻസ് നമ്മൾ ഫേസ് വാഷ് ചെയ്തിരിക്കണം, ശേഷം നമ്മൾ മോയ്സ്ചറൈസർ ആണെങ്കിൽ നമ്മളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള ഉപയോഗിക്കണം, ലിപ് ബാം കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് മേക്കപ്പിലോട്ടേക്ക് കടക്കാം. ഞാൻ ഓൾറെഡി ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. സോ നമ്മളുടെ മേക്കപ്പ് ബോക്സിൽ ഞാൻ ഓൾമോസ്റ്റ് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്ട്സ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. മാത്രമല്ല നമുക്കൊരു അഫോർഡബിൾ റേഞ്ച് ആയിരിക്കണം. ഒരു 500 ബിലോ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് മാക്സിമം ഞാനിതിൽ ഉപയോഗിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഞാൻ ഓരോരോ കാര്യങ്ങൾ ഉപയോഗിക്കുമ്പം എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. സോ ഫസ്റ്റ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ലാക്മേയുടെ ഈ ഒരു പ്രൈമറാണ് കേട്ടോ. ലാക്മേ അബ്സല്യൂട്ട് അണ്ടർ കവർ ജെൽ പ്രൈമറാണ്. സോ ബേസിക്കലി പ്രൈമർ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ സ്കിന്നിൽ നമ്മൾ എന്തൊക്കെ അപ്ലൈ ചെയ്താലും അത്യാവശ്യം കുറച്ച് എമൗണ്ട് നമ്മുടെ സ്കിൻ അബ്സോർബ് ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയുക, സ്കിന്നിലോട്ടേക്ക് പെനിട്രേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇനി അപ്ലൈ ചെയ്യാൻ പോകണം മേക്കപ്പും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്തായാലും അത് സ്കിന്നിന് ആവശ്യമുള്ള ഒരു കാര്യമൊന്നുമല്ല. ഒരു നമ്മൾ എക്സ്ട്രാ ആയിട്ട് നമ്മുടെ സ്കിന്ന് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി, വിസിബിളി കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിൽ പെനിട്രേറ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കുറേ നേരം ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു പ്രൈമർ. അപ്പോൾ ഏകദേശം പ്രൈമർ എന്തിനാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. സോ ബേസിക്കലി പ്രൈമർ ആരാണ് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ എല്ലാ സ്കിൻ ടൈപ്പ് ഉപയോഗിക്കണം. പക്ഷേ മെയിനായിട്ട് നമുക്ക് ഓയിലി അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിന്നുള്ള ആൾക്കാർക്ക് ഓയിൽ സെക്രീഷൻ കൂടുമ്പോഴേലും ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത പ്രോഡക്റ്റ് പതിയെ മാഞ്ഞു തുടങ്ങും. അപ്പോൾ ആ ഒരു കേസിൽ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മൾ ഒരു കുറച്ച് എമൗണ്ട് എടുക്കുക. ഞാൻ കാണിച്ചു തരാം. നമുക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്ന ഒരു ചെറിയൊരു ഇത്ര എമൗണ്ട് എടുക്കുക. ആൻഡ് ദെൻ നമ്മൾ മെയിനായിട്ട് അപ്ലൈ ചെയ്യേണ്ട പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ഏരിയ, നമുക്ക് ഓപ്പൺ പോസ് ഒക്കെ വരുമല്ലോ, ഓപ്പൺ പോസ്, പിന്നെ ഓയിൽ സെക്രീഷൻ കൂടുതലായിട്ടുള്ള ഏരിയ, അവിടെ നിന്നാണ് നമ്മുടെ മേക്കപ്പ് ഫസ്റ്റ് ആയിട്ട് എന്താ പറയുക ഒലിച്ചു പോവുക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വേർക്കണം. അവിടെ നിന്നാണ് ഫസ്റ്റ് നമ്മളുടെ മേക്കപ്പ് ഒക്കെ മാഞ്ഞു പോവുക. അപ്പോൾ ആ ഒരു ഏരിയ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. സോ ഞാൻ എൻ്റെ അത്യാവശ്യം ഈ ഒരു ഏരിയ ഒക്കെ നന്നായിട്ട് ഓയിൽ സെക്രീഷനൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു ഏരിയയിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഫുൾ ഫേസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊണ്ടുവരിക. ഇതൊരു ജെൽ ബേസ്ഡ് പ്രൈമറാണ്. ഒരുപാട് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി, നമ്മളെ മേക്കപ്പ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ കഴുത്തിലോട്ടേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്യാം. കാര്യം നമ്മൾ എന്തായാലും ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു ഏരിയ മാത്രമല്ല അപ്ലൈ ചെയ്യാൻ പോകണം, ഈ ഒരു ഏരിയ അപ്ലൈ ചെയ്യും. അതുകൊണ്ട് ആ ഒരു ഏരിയയിലും നന്നായിട്ട് അപ്ലൈ ചെയ്യാം. ഇനി നമ്മൾ നെക്സ്റ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഒരു ഫൗണ്ടേഷനാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന മേബിലി ഫിറ്റ് മീ ഫൗണ്ടേഷനാണ്. മാറ്റ്ലെസ്, ഫോർലെസ്, നോർമൽ ടു ഓയിലി സ്കിൻ, SPF 22 അടങ്ങിയിരിക്കുന്ന 330 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫൗണ്ടേഷൻ ഷെയ്ഡ് അറിയത്തില്ലെങ്കിൽ ബെറ്റർ നിങ്ങൾ ഫസ്റ്റ് ടൈം വാങ്ങിക്കുമ്പോഴേ എന്തായാലും നമ്മളൊരു എന്താ പറയുക ഒരു ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വാങ്ങിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടി എമൗണ്ട് നമ്മുടെ കയ്യിലെടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മളുടെ ഈ ഒരു ഏരിയയിൽ വരഞ്ഞു നോക്കുക. ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഏരിയയിൽ വരച്ച് നോക്കുക. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാണുന്നുണ്ടാവുമായിരിക്കുമല്ലോ പോലെ. എൻ്റെ എക്സാക്ട് ഷെയ്ഡ് ആയതുകൊണ്ട് വലിയ വ്യത്യാസമൊന്നും മനസ്സിലാകത്തില്ല. അതിനുശേഷം നമ്മൾ ചുമ്മാ ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സ്പ്രെഡ് ചെയ്യുമ്പോഴേലും നമ്മുടെ സ്കിന്നുമായിട്ട് അങ്ങ് ഇഴകി ചേരുവാണെങ്കിൽ അത് നമ്മളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള ഫൗണ്ടേഷനാണ്. അപ്പം ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. നമ്മൾ നമ്മുടെ ഫൗണ്ടേഷൻ കുറച്ച് കയ്യിലോട്ടേക്ക് ആക്കുക. ശേഷം നമ്മൾ ഡോട്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് ഡോട്ട് ചെയ്യുക. അത്യാവശ്യം കവറേജ് വരുന്ന ഒരു അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന ഒരു ഫൗണ്ടേഷനാണ് നമ്മുടെ മെയ്ബിലിൻ്റെ ഈ ഒരു ഫൗണ്ടേഷൻ. സോ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം കഴുത്തിൻ്റെ മേലെ അപ്ലൈ ചെയ്യാൻ വേണ്ടി മറക്കരുത്. സോ ഇതുപോലുള്ളൊരു സ്പഞ്ച് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. സ്പഞ്ച് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ബ്രഷ് ഉപയോഗിക്കാം. അപ്പം നമുക്കൊരു എന്താ പറയുക നോർമൽ ലുക്കൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക നോ മേക്കപ്പ് ലുക്കൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സ്പഞ്ച് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ കുറച്ച് ഹെവി ആയിട്ടുള്ള മേക്കപ്പ് ലുക്കൊക്കെ ആണെങ്കിൽ ബ്രഷ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പം സ്പഞ്ച് ഉപയോഗിച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ബ്ലെൻഡിങ്ങിലാണ് എല്ലാം ഇരിക്കുന്നത്. സോ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക.
നമ്മുടെ സെയിം കളർ ഫൗണ്ടേഷൻ ആകുമ്പോൾ നന്നായിട്ട് നമ്മുടെ സ്കിന്നുമായിട്ട് അഴുകി ചേരും. നമ്മുടെ മാർക്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കവർ ചെയ്യും. അപ്പം അത്യാവശ്യം കവറേജ് എനിക്ക് ഫസ്റ്റ് ടൈം അപ്ലൈ ചെയ്തപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടായി. സപ്പോസ് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്നും കവറേജ് വേണം, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സ്പോട്ടൊക്കെ കുറച്ചും കൂടെ വിസിബിൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതേപോലെ കുറച്ചും കൂടി ഡ്രോപ്പ് എടുക്കുക, കുറച്ചും കൂടെ എടുക്കുക, ഒന്നും കൂടെ ലെയർ ചെയ്യുക. അപ്പം കുറച്ചും കൂടെ എന്താ പറയുക, നമുക്ക് ആ ഒരു ക്ലിയർ ഫിനിഷ് കിട്ടും. ഇനി നമ്മൾ എന്താ അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസീലറാണ്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലറാണ്. അപ്പോൾ കൺസീലർ നമ്മൾ ഒരുപാട് എന്താ പറയുക നമ്മുടെ ഫേസ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. അങ്ങനെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് നമ്മുടെ ഈ ഒരു കൺസീലർ വെച്ചിട്ട്. പക്ഷേങ്കിൽ നമുക്ക് ഒരു നോർമൽ സ്കിൻ ടൈപ്പ് ഒക്കെയാണ്, നമുക്ക് ഒരുപാട് കലകളും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കൺസീലറിൻ്റെ ആവശ്യമില്ല. ഫൗണ്ടേഷനോട് കൂടി തന്നെ നമുക്ക് നിർത്താവുന്നതാണ്. കറണ്ട് പോയി എന്നാണ് തോന്നുന്നത്. എനിവേയ്സ്, ഒരുപാട് കലകളും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഫൗണ്ടേഷനിൽ മാത്രം നമുക്ക് നമ്മുടെ മേക്കപ്പ് ചെയ്തിട്ട് ബാക്കി ഫർദർ ആയിട്ടുള്ള സ്റ്റെപ്സിലോട്ടേക്ക് പോകാം. ഇപ്പോൾ ഞാൻ എന്തായാലും കൺസീലർ ഉപയോഗിക്കുന്നത് കാണിച്ചു തരാം. എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മുടെ കണ്ണിലെ ഈ ഒരു ഡാർക്ക് സർക്കിൾസും കാര്യങ്ങളും, ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു മൂക്കിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ കുറച്ച് കറുപ്പ് കലകളൊക്കെ ഉണ്ടാവും ഈ ഒരു ഭാഗത്തൊക്കെ. അപ്പോൾ ആ ഒരു ഏരിയ ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരിക്കണം നമ്മുടെ കൺസീലർ ഉപയോഗിക്കുന്നത്. അപ്പം ഞാനിവിടെ ചുമ്മാ ഓവറായിട്ടൊന്നും എടുക്കണ്ട, അത്യാവശ്യം തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ കണ്ണിൻ്റെ ഈ ഒരു ഭാഗത്ത്, ശേഷം മൂക്കിൻ്റെ ഈ ഒരു ഭാഗത്ത്, ഈ ഒരു ഭാഗത്ത്, ഇത്രയും പോർഷനിൽ അപ്ലൈ, നിങ്ങളുടെ മാർക്സും ആ ഒരു എന്താ പറയുക കറുപ്പ് കലകളിനൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് അവിടെയൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. ശേഷം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം. കണ്ണിൻ്റെ അടിയിൽ യൂസ് ചെയ്യുമ്പോഴേലും ഈ ഒരു പോർഷൻ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ ഒരു പോർഷനെക്കാട്ടും ഇത് കുറച്ചും കൂടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. സോ നമ്മൾ നമ്മുടെ കണ്ണിൻ്റെ പോർഷനിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അപ്ലൈ ചെയ്ത് എന്തായാലും കുറച്ച് കഴിയുമ്പോഴായിരിക്കും നമ്മൾ ചിരിക്കുമ്പോഴൊക്കെ ഈ ഒരു പോർഷനിലൊക്കെ ലെയർ ചെയ്യാൻ തുടങ്ങും. അതായത് നമ്മളിങ്ങനെ എന്താ പറയുക ആ ഒരു മടക്കിലൊക്കെ വന്ന് നിൽക്കാൻ തുടങ്ങും. ഈ ഒരു കണ്ണിൻ്റെ നമ്മൾ ഈ ഒരു പോർഷനിൽ അങ്ങനെ ഒരുപാട് നമ്മളുടെ സ്മൈൽ ലൈൻസും കാര്യങ്ങളും കാണുന്ന, അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് ചുളിവുകൾ വരാൻ സാധ്യതയുള്ള പോർഷനിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത പ്രോഡക്റ്റൊക്കെ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നുമില്ലെങ്കിൽ കോമ്പാക്ട് പൗഡർ എടുക്കുക, ഇല്ലെങ്കിൽ നോർമലായിട്ടുള്ള നമ്മുടെ ടാൽക്കം പൗഡർ എടുത്താലും മതിയാവും. കോമ്പാക്ട് പൗഡർ എടുത്തതിന് ശേഷം നമ്മൾ ചുമ്മാ പൗഡർ ബ്രഷ് എടുക്കുക, കുറച്ച് അത്യാവശ്യം നമ്മുടെ ഈ ഒരു ബ്രഷിലെടുത്ത ശേഷം നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു ഏരിയ, അതായത് ഇവിടെ നിന്നൊക്കെയാണ് നമുക്ക് ഈ ഒരു ഏരിയ ഒക്കെ ആയിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ചുളിവ് വന്നിട്ട് ആ ഒരു പോർഷനിൽ മേക്കപ്പ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു പോർഷനിലൊക്കെ നമ്മൾ നന്നായിട്ട് ബേക്ക് ചെയ്യുക. ഇതില്ലെങ്കിൽ ടാൽക്കം പൗഡർ യൂസ് ചെയ്താലും മതിയാവും. സ്മൈൽ ലൈൻസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. മാത്രമല്ല ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. സപ്പോസ് നമ്മുടെ കയ്യിലൊരു മേക്കപ്പ് സ്പ്രേ ഒന്നും ഇല്ല സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിൽ ഇത് നമ്മളുടെ മേക്കപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ബേസിക്കലി നമ്മളുടെ നോർമലായിട്ട് നമ്മളുടെ ബേസും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് ബേക്ക് ചെയ്ത് ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നോർമലായിട്ട് നമ്മുടെ ഒരു ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാം, ഐ ഷേഡ് അപ്ലൈ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ബ്ലഷ് അപ്ലൈ ചെയ്യാം, ആൻഡ് ഹൈലൈറ്ററും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഫർദറായിട്ട് ഞാൻ ഫസ്റ്റ് നമ്മളുടെ ലിപ്സ്റ്റിക് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഹൈലൈറ്റർ ഉപയോഗിക്കാൻ പാടില്ലാത്ത ആൾക്കാർ ആരൊക്കെയാണെന്നും കൂടി ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ലിപ് ഷെയ്ഡ് അപ്ലൈ ചെയ്യാം. ഞാനൊരു നല്ലൊരു ഷെയ്ഡാണ്, ലാക്മേയുടെ ഒരു ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു റിംഗ് ഫിംഗർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പം അത് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യുകയും ചെയ്യും, ഒരു നോർമൽ നാച്ചുറൽ ഫിനിഷ് കിട്ടുകയും ചെയ്യും കേട്ടോ. സോ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ബ്ലഷ് അപ്ലൈ ചെയ്യാം. ബ്ലഷ് അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു ബ്ലഷും കാര്യങ്ങളൊന്നും എടുക്കണില്ല. ഞാൻ സെയിം നമ്മുടെ ലിപ്സ്റ്റിക് തന്നെ വെച്ചിട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. ചുമ്മാ നമ്മുടെ ഈ ഒരു പോർഷൻ തൊട്ടിട്ട് ഒരു ഡോട്ടായിട്ട് ഇട്ടിട്ട് വരാം. ലിക്വിഡ് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ഒരുമാതിരി മാർക്ക് പോലെ വന്ന് നിൽക്കും കേട്ടോ അവിടെ. സോ ഒരു 3 ഡോട്ട് ഈ ഒരു ഏരിയ ആയിട്ടിടാം, 3 ഡോട്ട് ഈ ഒരു ഏരിയ ആയിട്ടിടാം. അതിനുശേഷം നമ്മുടെ സ്പഞ്ച് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം.
സോ നമ്മൾ പ്രോപ്പറായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ നമ്മുടെ മൂക്കിൻ്റെ തമ്പത്തും ഈ ഒരു ഏരിയയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാം. ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഫേസിൽ ഒരുപാട് ആക്നീസ് ഉണ്ട്, ആക്നി മാർക്സ് അല്ലെങ്കിൽ പോസ് ഒക്കെ ഉണ്ടെങ്കിൽ ഹൈലൈറ്റ് ചെയ്യാത്തതായിരിക്കും നല്ലത്. കാര്യം നമ്മൾ ഹൈലൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു സ്കിൻ പ്രോബ്ലംസും കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള സ്കിൻ ടൈപ്പ് ആണെങ്കിൽ മാക്സിമം ഹൈലൈറ്റ് ചെയ്യാതെ ഒഴിവാക്കുക. ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ചുമ്മാ നമ്മുടെ ഹൈലൈറ്റർ എടുക്കുക, നമ്മുടെ ഈ ഒരു വിരലിൽ ഇങ്ങനെ ആക്കിയ ശേഷം നമ്മൾ നേരത്തെ നമ്മുടെ ഡോട്ട് ചെയ്തല്ലോ ബ്ലഷ്, അതേപോലെ തന്നെ നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൈ വെച്ചിട്ട് തന്നെ ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് പ്ലേസ് ചെയ്യാം. അതേപോലെ സെയിം ഈ സൈഡും അതേപോലെ തന്നെ ചെയ്യാം. നമ്മൾ കൈ വെച്ചതുപോലെ തന്നെ നേരത്തെ ചെയ്തതുപോലെ തന്നെ അപ്ലൈ ചെയ്തതിന് ശേഷം ബ്ലെൻഡ് ചെയ്യാം. ഇനി നമ്മുടെ നോസിൻ്റെ ഈ ഒരു ഏരിയയിൽ നമ്മളിങ്ങനെ മുഖം തിരിക്കുമ്പോഴൊക്കെ ആ ഒരു തിളക്കം കിട്ടണം എന്ന് തോന്നുന്ന ഏരിയ ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും. ഓവറായിട്ട് അപ്ലൈ ചെയ്യുകയും ചെയ്യണം കേട്ടോ. നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഇച്ചിരി എന്താ പറയുക, ഒരു മേക്കപ്പ് ഓവറായതുപോലെ തോന്നിക്കുക. അത്യാവശ്യം കുറച്ചെടുക്കുക, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇനി കണ്ണിൻ്റെ ഈ ഒരു ഏരിയ നമുക്ക് വേണമെങ്കിൽ ഐ ഷാഡോ ആയിട്ട് നമ്മുടെ ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഈ ഒരു ഏരിയ ഒക്കെ അത്യാവശ്യം ഒന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യും. അപ്പം ബേസിക്കലി നമ്മളുടെ കാര്യങ്ങളൊക്കെ, അതായത് മുഖത്ത് കാര്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നോർമലായിട്ട് ബാക്കിയുള്ള ആൾക്കാരൊക്കെ ചെയ്തത് മാക്സിമം എല്ലാ ആൾക്കാർക്കും അറിയുന്ന പോലെ തന്നെ നമ്മൾ നമ്മുടെ മസ്കാരയും കണ്ണെഴുത്തും ബാക്കി കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പോൾ മസ്കാര ഉപയോഗിക്കുമ്പോൾ നമ്മൾ നോർമലായിട്ട് മസ്കാര ഇങ്ങനെ മിക്ക ആൾക്കാരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, നമ്മളിങ്ങനെ ഇങ്ങനെ 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 പമ്പ് ചെയ്തെടുക്കും. അങ്ങനെ ചെയ്യുമ്പോഴേലും പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോകാനുള്ള സാധ്യത. അപ്പോൾ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് മാത്രം എടുക്കുക, ഇങ്ങനെ ഓവറായിട്ട് പമ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ മസ്കാര അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ വോളിയം ഉള്ളതുപോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു റോള് ഇങ്ങനെ അപ്ലൈ ചെയ്ത ശേഷം ഒന്നിങ്ങനെ തട്ടിക്കൊടുക്കുക നമ്മുടെ പ്രോഡക്റ്റ് കേട്ടോ. അപ്പോൾ ഒരുപാട് നല്ല വോളിയം ഉള്ളതുപോലെ തോന്നിക്കുകയും ചെയ്യും. നമുക്കൊരു ഫേക്ക് ലാഷസിൻ്റെ ആവശ്യവുമില്ല. അപ്പോൾ മസ്കാര അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഞാൻ അപ്ലൈ ചെയ്യാനുള്ളത് ഐലൈനർ ഉണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും എഴുതാവുന്നതാണ്. ഐബ്രോസ് ഓൾറെഡി എനിക്ക് നല്ല കട്ടിയുള്ളതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല, പക്ഷെ ഞാൻ ഒരുപാട് ട്യൂട്ടോറിയൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് സപ്പോസ് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിയണമെന്നുണ്ടെങ്കിൽ അത് നോക്കിയാലും മതിയാവും. ഒരു പ്രോഡക്റ്റ് കാണിച്ചു തരികയാണെങ്കിൽ ബ്ലൂ ഹെവൻ്റെ ഈ ഒരു ബ്രോ പെർഫെക്റ്റ് ഈ ഒരു ഐബ്രോ പെൻസിൽ സൂപ്പർ ഡൂപ്പർ ആയിട്ടുള്ള ഒരു ഐബ്രോ പെൻസിലാണ്. ഒരു ട്യൂട്ടോറിയൽ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ഒരുപാട് ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കാം കേട്ടോ. അപ്പം നമ്മളുടെ ഈ ഒരു മെയ്ബ്ലിൻ്റെ ഈ ഒരു കൊളോസൽ ബോൾഡ് ലൈനർ വെച്ചിട്ട് നമുക്കൊന്ന് ചുമ്മാ ചെറിയ രീതിയിലൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം, നോർമലായിട്ട് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ബാക്കിയൊക്കെ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ബാക്കിയൊക്കെ നമ്മളുടെ കലാഭാവനയ്ക്കനുസരിച്ച് നമുക്ക് മാറ്റി മാറ്റി അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഓവറായിട്ടുള്ള പ്രോഡക്റ്റൊക്കെ നമ്മളെഗെയിൻ ഈ ഒരു മൂടിയിലാക്കിയിട്ടുണ്ട്. ശേഷം ഞാനൊരു വിങ്ഡ് ഐലൈനറാണ് ഉദ്ദേശിക്കുന്നത്, ഐലൈനർ ലുക്കാണ് ഉദ്ദേശിക്കുന്നത്, നോർമലായിട്ടുള്ള. നോർമലായിട്ടുള്ള മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള ഒരു നോർമൽ ലുക്കാണ്. ഇനി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെറ്റിംഗ് സ്പ്രേ കൂടെ അപ്ലൈ ചെയ്യാം. സെറ്റിംഗ് സ്പ്രേ നമുക്ക് സ്പ്രേ ചെയ്യാം, അപ്ലൈ ചെയ്യാമെന്നല്ല സ്പ്രേ ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക. അതിനുശേഷം കുറച്ച് ഇങ്ങനെ ഒരു എന്താ പറയുക, കൈ നിവർത്തി വെച്ചതിന് ശേഷം വേണം നമ്മൾ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ എന്തായാലും സ്പ്രേ ചെയ്യുന്നില്ല, ചുമ്മാ ഞാൻ എന്തായാലും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാഷ് ചെയ്യാൻ പോവാണ്. ഞാൻ എവിടെയും പോകുന്നൊന്നുമില്ല. കുറച്ചും കൂടി ലാസ്റ്റിംഗ് ആയിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മേക്കപ്പ് ഫിക്സർ യൂസ് ചെയ്യാവുന്നതാണ്. എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ അപ്ലൈ ചെയ്യുക, കുറച്ച് നേരം അത് സെറ്റിലാവാൻ വേണ്ടി വിടാം. ഇത് കഴിയുമ്പോഴേലും നമ്മുടെ മേക്കപ്പ് കുറച്ച് നേരം പ്രോപ്പറായിട്ട്, അതായത് കുറച്ച് നേരമല്ല കുറച്ചധികം നേരം നിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ബേസിക്കലി ഒരു വളരെ ഈസി ആയിട്ടുള്ള ട്യൂട്ടോറിയലാണ്. ബിഗിനറിന് ഈ ഒരു വീഡിയോ അങ്ങനെ ഫോളോ ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ പോകണമെങ്കിൽ സ്വന്തമായിട്ട് മേക്കപ്പ് ചെയ്യാവുന്ന ഒരു ഈസി മേക്കപ്പ് ട്യൂട്ടോറിയലാണ്. കൂടുതലായിട്ട് പ്രോഡക്റ്റ്സ് ഒന്നുമില്ല. ഉപയോഗിച്ച പ്രോഡക്റ്റ്സ് ഒക്കെ വളരെ അഫോർഡബിൾ റേഞ്ചിലുള്ള പ്രോഡക്റ്റ്സ് മാത്രമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഐബ്രോ ട്യൂട്ടോറിയൽ കാണണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ഉണ്ടാവുമല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.